ഒരു കുഞ്ഞ് ഇന്റർവ്യൂ ടിപ്പ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നുള്ളത്. എനിക്ക് പലരും സാലറി സെറ്റിങ്സ്, സാലറി എക്സ്പെക്ടേഷൻ ചോദിക്കുന്ന സമയത്ത് പറയേണ്ട ആൻസേഴ്സ് ഒക്കെ ഒരുപാട് വീഡിയോസിൽ ഒരുപാട് കരിയർ കൗൺസിലേഴ്സ് ഷെയർ ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുള്ളത്. ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ എൻ്റെ കരിയർ നോക്കുന്ന സമയത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ജോബ് എന്ന് പറയുന്നുള്ളത് 6000 രൂപ സാലറി ഉള്ള ഒരു പോസ്റ്റിലോട്ട്, അക്കാഡമിക് കൗൺസിലുള്ള ഒരു പോസ്റ്റിലോട്ടേക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളത്. ആഫ്റ്റർ ദാറ്റ് ചെറിയൊരു സാലറി ആയിരുന്നു. അപ്പൊ അത് കാരണം തന്നെ വീട്ടുകാർക്ക് എന്തായാലും ഇഷ്ടമുണ്ടാവില്ലല്ലോ അത്രയും ചെറിയ സാലറിക്ക് ജോലിക്ക് വിടുക എന്നുള്ളതൊന്നും. പിന്നെ എനിക്കും എന്താ പറയാ, ഫിനാൻഷ്യലി ഒരു ജോലിയുടെ ആവശ്യമുള്ള ഒരു സ്റ്റേജ് ആയിരുന്നില്ല. ബട്ട് എൻ്റെ ഒരു ആഗ്രഹപ്രകാരം ജോലിക്ക് പോകണം എന്നുള്ള ലെവലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അങ്ങനെ ഒരു ഓഫർ എനിക്ക് വരുന്നുള്ളത്. ഞാൻ ഒബ്വിയസ്ലി ആ സാലറി പാക്കേജ് കേട്ടപ്പോൾ തന്നെ അതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞത് ഒഴിവാക്കി. അതിനുശേഷം സെയിം ആ ഒരു ഓർഗനൈസേഷൻ തന്നെ എന്നെ വീണ്ടും വിളിച്ചു, 10,000 ഓഫർ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഒരു 1 മന്തിനകത്ത് തന്നെ എൻ്റെ അടുത്ത് അവർ നെഗോഷിയേറ്റ് ചെയ്തിട്ട് ആ ഒരു 6,000 സാലറി പാക്കേജ് എനിക്ക് 25,000 വരെ അവർ ഓഫർ ചെയ്തു. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും നമ്മളുടെ സ്കില്ലിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ആ ഒരു ഇന്റർവ്യൂവിൽ അവരെന്തേലും എന്നിൽ നിന്നുള്ള ഒരു സ്കിൽ അവർക്ക് ഓക്കെ ആയത് കാരണമായിരിക്കാം ആ ഒരു ബേസ് പേയിൽ നിന്നും അതിൻ്റെ 3 ഇരട്ടി പാക്കേജ് എനിക്ക് അവർ ഓഫർ ചെയ്യാനുള്ള കാരണം.